കാട്ടാനശല്യം രൂക്ഷമായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഒരു കൂട്ടം മനുഷ്യർ. വയനാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ താമസക്കാരിലധികവും മലയാളികളാണ്. കേരള സർക്കാരിന്റെയോ തമിഴ്നാട് സർക്കാരിന്റെയോ ശ്രദ്ധ എത്താത്ത ഇവർ കാട്ടാനശല്യത്തിനെതിരെ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 15ാം ദിവസത്തിലാണ്. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ഈ ഒറ്റയാൻ നെല്ലാക്കോട്ട ടൗണിൽ ഇറങ്ങി ഭീതി വിതച്ചത്. കാറു തകർത്തിട്ടും കലിയടങ്ങാത്ത കാട്ടുകൊമ്പൻ കടകൾക്കും കാൽനടയാത്രക്കാർക്കും നേരെ പാഞ്ഞടുത്തു. എന്നാൽ ഇതിവിടത്തെ ആദ്യത്തെ സംഭവമോ ഈ ഒറ്റയാൻ ഇവിടത്തെ ഒറ്റപ്പെട്ട ആനയോ അല്ല. 12ഓളം ആനകളാണ് മാസങ്ങളായി ജനവാസ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലുമായി തമ്പടിച്ചിരിക്കുന്നത്. രാവിലെ സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം വീട്ടിലേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്, റോഡിലൊക്കെ ആന നിൽക്കുകയാണ്, കുട്ടികൾ വരുന്നിടത്തൊക്കെ ആന നിൽക്കുകയാണ്. കൃഷി ചെയ്തുണ്ടാക്കണ ഒരു സാധനവും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് വിളവെടുപ്പ് ആകുമ്പോഴത്തേക്കും ആന വന്ന് എല്ലാം നശിപ്പിക്കും. ഞങ്ങൾ 10-12 ദിവസം ഇങ്ങനെ ഇവിടെ പിന്നെ ഉണ്ണാവൃതം ഒക്കെ ആയിട്ട് ഇരുന്നിട്ടും ആരും ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദേവർശോല, അഞ്ചിക്കുന്ന്, മാണിക്കല്ലാടി പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസമാണ് കുള്ളി എന്ന ഈ ആദിവാസി അമ്മയുടെ മൂത്ത മകനെ ആന കൊല്ലാൻ ശ്രമിച്ചത്. മേലൊന്ന് ഇറങ്ങി വരലും മകനെ ഒറ്റത്താട്ട് തട്ടി. മകൻ അത്ര ദൂരം പോയി. ഇപ്പം അതിന് എണിക്കാൻ നടക്കൊന്നും പറ്റില്ല. നമ്മൾ മൂത്തിരി വഹിക്കാനോ വാരി കൊടുക്കാനോ തിന്നാൻ കൊടുക്കാനോ ഒക്കെ നമ്മൾ എടുക്കണം. മലയാളികളാണെന്ന കാരണത്താൽ തമിഴ്നാട് സർക്കാരും തമിഴ്നാട്ടിലാണെന്ന കാരണത്താൽ കേരള സർക്കാരും കാലങ്ങളായി തങ്ങളെ അവഗണിക്കുകയാണെന്നും ഇവർ പരാതിപ്പെടുന്നു. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.